കടന്നു വന്നിരിക്കുകയാണ്. അലിമല്ലാക്കല്ല. ഇപ്പൊ ചിലര് ചോദ്യം അറിയും, ഇതൊക്കെ എവിടെ കിടന്നു? ഇതൊക്കെ എവിടെ കിടന്നു? പണ്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഒരു അൻസു മുസ്ലിയാര്, ഇപ്പറ വേറൊരു മുസ്ലിയാര്, അവിടെ വേറൊരു മുസ്ലിയാര്. എന്ത് ചെയ്യാൻ? പടച്ചോമ്പര വേറൊരു ജനതയെ കൊണ്ടുവരും. ഇത് പറയാൻ ആളില്ലാതെ പോകുന്നൊരു ഘട്ടം ഉണ്ടാവൂല. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പാകുന്നല്ലാതെ ഇത് പറയാൻ പടച്ചോ വേറെ ആളെങ്കിലും കൊണ്ടുവരും. ഞങ്ങൾ പറയാൻ ഞങ്ങളുടെ ഔട്ടാവുന്നല്ലാതെ ഇവിടെ ഒരു കേടും വരില്ല. അടുത്ത ആളിവിടെ കയറി നിൽക്കും, അവരിങ്ങനെ പറയും. അതാണ് ഈ തൗഹീദിന്റെ പ്രത്യേകത, അതിന്റെ ക്വാളിറ്റി. ഇതെവിടെ കിടന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ഇനി അത് മാത്രല്ല, അതോടൊപ്പം തന്നെ മറ്റൊന്ന് അതെന്താന്ന് ചോദിച്ചാൽ, സക്കരിയ സലാഹി അദ്ദേഹം ചെയ്ത് എന്ത്? ഒരു തട്ടിപ്പ്. എന്താ തട്ടിപ്പ് എന്നുള്ളോ? തട്ടിപ്പ് എന്താന്ന് ചോദിച്ചാൽ, സക്കരിയ സലാഹി ഒരു ലൈബ്രറി സ്ഥാപിച്ചു കടവത്തൂരിൽ, അദ്ദേഹത്തിന്റെ വീടിന്റെ ഓരത്ത്. അതിന്റെ മുകളിൽ തന്നെയാണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ മുകളിൽ താമസ സൗകര്യം ഒരുക്കി താഴെ ലൈബ്രറിയുമായി കടവത്തൂരിൽ സക്കരിയ സലാഹി ഒരു ലൈബ്രറി സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച ലൈബ്രറി ദഅവത്തിന് വേണ്ടി വന്ന ഫണ്ട് വഴിമാറി ചെലവഴിച്ചുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് സക്കരിയ സലാഹി സ്ഥാപിച്ചതാണ് എന്നാണ് ഇവിടെ അലിമുല്ലാക്ക പറഞ്ഞത്. ഇവിടെ മാത്രമല്ല, എൻ്റെ നാട്ടിലും എറണാകുളത്തും വന്ന് ഇവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, സത്യത്തോട് നീതിയുള്ളവരുണ്ടെങ്കിൽ, നീതി പുലർത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ, ഇതിനെക്കുറിച്ച് വസ്തുതാപരമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ. അലിമുല്ലാക്കയുണ്ടോ, കരിമ്പുലാക്കലുണ്ടോ, CP ഉമർ സുല്ലമി ഉണ്ടോ? ആരാണുള്ളത്? ധൈര്യസമേതം വരാൻ ഞാൻ വിളിക്കുകയാണ്. കളവ് പറയേ, ആരോപണം പറയേ, തട്ടിപ്പറക്ക്. എന്നിട്ട് സക്കരിയ സലാഹി പിന്നെ ജമിയത്തുൽ ഉലമക്ക് കൊടുത്തൊരു കത്ത്, ആ കത്ത് ഇവർ അടിച്ചു മാറ്റി. അത് ഈ പറഞ്ഞ അലിമുല്ലാക്ക് ഉയർത്തി കാണിക്കാൻ വിടുന്നത് എന്ത്? ഇതാ കത്ത് ജമിയത്തുൽ ഉലമക്ക് സക്കരിയ സലാഹി അയച്ച കത്താണ്. ഇതെങ്ങനെ മുല്ലാക്കടയിലെത്തി? അത് ഞങ്ങൾക്ക് കിട്ടും. അതാ നിങ്ങളെ പണി. മോഷണം, കളവ്. അതെ, കള്ളൻ എന്ന് പറയാ. കള്ളത്തരല്ലേ കാട്ടുന്നത്? കളവല്ലേ? കളവനാണ്, കളവാണ്, കളവാണ്, കള്ളമാണ്, കള്ളനാണെന്ന് പരസ്യമായി മൈക്കേട്ട് പ്രസംഗിച്ച അലിമല്ല. നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ വരൂലേ? നിങ്ങളുടെ കയ്യിൽ ആ കത്തുണ്ടാവും, സംശയിക്കണ്ട. കട്ടവൻ കട്ട മുതൽ കൊണ്ടേ വരൂ. നിങ്ങൾ കത്തും കൊണ്ട് വരും പരലോകത്ത്. വരൂലേ? നിങ്ങള് വരും. ഇനി ഈ ദുനിയാവിൽ വെച്ച് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ സത്യസന്ധമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ഞാൻ ചോദിക്കൂല. കാരണം നട്ടലുണ്ടെങ്കിൽ പിന്നെ മടഹൂരിയാവൂല. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പിൻവലിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യ ബോധമുണ്ടോ എങ്കിൽ വരൂ. ഷാർജയിലേക്ക് പോകാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ. അതാണല്ലോ ആണത്തോളം കാണിക്കേണ്ടത്. പറയുന്ന വർത്താനത്തിന് അഡ്രസ് ഉണ്ടെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. ഷാർജയിലേക്ക് പോകാൻ നിങ്ങൾ ഒരുക്കുണ്ടോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെലവാകുന്ന പണവും അത്രയും ഈ ഉള്ളവൻ ഏറ്റെടുത്തിരിക്കുന്നു. പരസ്യമായി മുജാഹിദ് സ്റ്റേജിൽ നിന്നാണ് ഉറക്കെ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, അങ്ങനെ സക്കരിയ സലാഹി ഒരു കളവ് നടത്തി പണം അത് തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാർജയിൽ പോകാനും ആ ഷാർജയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചെലവും ആ ചെലവിന്റെ അത്രയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ വരാൻ ഒരുക്കമുണ്ടോ? ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ ഇരട്ടിയൊന്നും വേണ്ട. എനിക്ക് ചെലവാകുന്ന പൈസ നിങ്ങൾ തരൂ. ഇരട്ടിയൊന്നും വേണ്ട. എനിക്ക് ഇവിടുന്ന് അവിടം വരെ എത്താൻ നിങ്ങളോടൊപ്പം വരാനുള്ള പൈസ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. നിങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ. ഇനി ഇതൊന്നും വേണ്ട. ഈ താനാളൂരിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കയറ്റിക്കൊടുത്ത സ്റ്റേജിൽ നിന്നാണ് പ്രസംഗിച്ചത് അല്ലേ? ഈ താനാളൂരിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ, അള്ളാനെ പേടിക്കുന്നവരുണ്ടെങ്കിൽ, പരലോകത്തെ പേടിക്കുന്നവരുണ്ടെങ്കിൽ, റബ്ബിന്റെ വിചാരണയെ പേടിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുമെന്ന് വിചാരമുള്ളവരുണ്ടെങ്കിൽ, ഖബറിൽ തരിച്ചു കിടക്കണമെന്ന് ബോധമുള്ളവരുണ്ടെങ്കിൽ അവരേറ്റെടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പറഞ്ഞ ശൈഖ് സക്കരിയ സലാഹിക്ക്
അവിടെ ലൈബ്രറി സ്ഥാപിക്കാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ശൈഖ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്, മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ ആദർശം പറയുന്നു എന്നതാണ് സക്കറിയ സലാഹി ചെയ്ത തെറ്റെങ്കിൽ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് മുജാഹിദ് പണ്ഡിതന്മാർ ചെയ്ത തെറ്റെങ്കിൽ, ആ തെറ്റിന്റെ പേരിൽ അവരെ ആക്രമിക്കാമെന്ന് മടവൂരികൾ വിചാരിച്ചാൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ അവശേഷിക്കുന്ന കാലത്തോളം അത് സമ്മതിക്കുകയില്ല. ഈ ആദർശത്തിന്റെ പേരിൽ ഒന്നിച്ചവരാണ്, കുടുംബ ബന്ധമുള്ളവരല്ല. ഈ ആദർശത്തിന് വേണ്ടി ഒന്നിച്ചവരും ഒന്നിച്ചിരുന്നവരും ഒന്നിച്ചുറങ്ങുന്നവരും ഒന്നിച്ച് ഈ മാർഗത്തിൽ അണിനിരക്കുന്നവരുമാണ്. ഞങ്ങൾക്കറിയാം, പകൽ പോലെ വളരെ വ്യക്തമായ യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാവുന്ന വ്യക്തമായ ഒരു അവസ്ഥയാണ്. ഇനി അതൊന്നും വേണ്ട, പൈസ ചെലവാക്കണ്ട. ഇവിടെ ഷാർജയിൽ ഞങ്ങൾക്കൊരു സെന്റർ ഉണ്ട്, ഔദ്യോഗികമായ അഡ്രസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് സെന്റർ. അവിടെ ഒളിച്ചിട്ട് പ്രവർത്തിക്കുന്ന വേറൊരു സെന്റർ ഉണ്ട്, മടവൂരിയുടെ സെന്റർ. അവിടെ ഉണ്ട് 2-3 ആൾക്കാർ നടക്കുന്നുണ്ട് ഇല്ലേ മടവൂരികള്. ഷാർജയിൽ നിന്ന് ഇവിടുന്ന് ഒരു ഫോൺ കോൺഫറൻസിന് തയ്യാറുണ്ടോ? ഔദ്യോഗികമായ ആളുകളെ ഞാൻ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാം. ഷാർജയിൽ മടവൂരികൾക്കറിയാവുന്ന മുഹമ്മദ് അസ്ലം സാഹിബ്, അതുപോലെ തന്നെ ചാവക്കാടുകാരനായ ഷംസു സാഹിബ്, 2 പേരെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാനിതാ ഏൽപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രതിനിധിയെ നിയോഗിക്കുമോ? എന്നിട്ട് 4 പേര് പോട്ടെ. ഷാർജയിൽ ജീവിച്ചിരിക്കുന്ന ശൈഖിനടിക്കല് സക്കറിയ സലാഹി പൈസ, നിങ്ങൾ അയച്ച പൈസ, ദൈവത്തിന് വേണ്ടി പൈസ കൊടുത്ത പൈസ നേരെ വീട് കയറ്റി, ലൈബ്രറി തന്റെ പേരിലാക്കി, അതിനുപോലെ താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി, അങ്ങനെ അഴിമതി നടത്തി. ഇത് പോയി ആ ശൈഖിന്റെ അടുക്കൽ നേരിട്ട് ചെന്നിട്ട് സംസാരിച്ച് വരുവാൻ വേണ്ട പ്രതിനിധികളെ ഇന്ന് ഇവിടുന്ന് ഷാർജയിൽ നിയോഗിക്കാൻ ധൈര്യമുള്ള മടവൂരികൾ ഉണ്ടെങ്കിൽ വരൂ, പരസ്യമായി ഈ സ്റ്റേജിലേക്ക് വരൂ, ഈ സെക്കൻഡിൽ വരൂ. ധൈര്യമുണ്ടെങ്കിൽ, പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ, പറഞ്ഞത് സത്യമാണെങ്കിൽ, നിങ്ങളുടെ ആദർശം ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് പരലോകബോധമുണ്ടെങ്കിൽ വരൂ. ഉത്തരവാദിത്വത്തോടെയാണ് ഞാൻ പറയുന്നത്. ഇതറിയാം, വ്യക്തമായി അറിയാം. ഒരു വ്യക്തി വ്യക്തിപരമായി ഏറ്റെടുത്ത് നിർമ്മിച്ചു കൊടുത്ത അദ്ദേഹത്തിന് ഈ ദഅവത്തുമായി ബന്ധപ്പെടുത്ത അദ്ദേഹത്തിന് പഠിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കി കൊടുത്തത്, ആ ഒരുക്കി കൊടുത്ത സംവിധാനത്തെ പോലും ദുരുപയോഗം ചെയ്യുന്ന അലിമല്ല. നിങ്ങളുടെ ദുരുദ്ദേശം നടപ്പാവുകയില്ല, നിങ്ങളുടെ കളവും ചതിയും നടപ്പാവുകയില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന, ഇതൊന്നും രഹസ്യമൊന്നുമല്ല, ഇത് ഒളിച്ചു വെച്ച കേസല്ല. സക്കറിയ സലാഹി അഴിമതി നടത്തിയാൽ സക്കറിയ സലാഹിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് പ്രതികരിക്കാൻ ശക്തിയുള്ള, ആണത്തമുള്ള, നട്ടലുള്ള പ്രവർത്തകരാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര്. സക്കറിയ സലാഹി തെറ്റ് ചെയ്താൽ ന്യായീകരിക്കാൻ ഞങ്ങൾ പോകൂല. സക്കറിയ സലാഹി തെറ്റ് ചെയ്താൽ സക്കറിയ സലാഹി ചോദ്യം ചെയ്യപ്പെടും, സംശയമൊന്നും വേണ്ട. എന്നാൽ കൃത്യമായി ഞങ്ങൾക്കറിയാവുന്ന പകൽ പോലെ യാഥാർത്ഥ്യമായ ഒരു സത്യത്തെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് കളവാണെന്ന് സമർത്ഥിക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ പിടിച്ചു കെട്ടുമെന്നാണ്. അതുകൊണ്ട് മറക്കരുത്, മറന്നു പോകരുത്. മതം മറന്നതുപോലെ മടവൂരികൾ ഈ പ്രഖ്യാപനം മറക്കരുത്. കേട്ടോ, ശ്രദ്ധിച്ചോ. ഇനി തട്ടിപ്പ് നടത്തിയവരാരാ? തട്ടിപ്പ് സക്കറിയ സലാഹി നടത്തി, ഞാൻ വിളിച്ചല്ലോ, വാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. തല്ലാനും കൊല്ലാനൊന്നല്ല, അന്വേഷിക്കാൻ, എന്നിട്ട് സത്യം വെളിവാക്കാൻ. അത് പറഞ്ഞല്ലോ. എന്നാൽ ആരാ കളവ് നടത്തിയത്? ഇത് ലിസ്റ്റാണ്, ഒരു വലിയ ലിസ്റ്റാണ്. എന്താ ഈ ലിസ്റ്റിലുള്ളത്? തട്ടിപ്പിന്റെ, അഴിമതിയുടെ ചിത്രം. ഇത് ഞങ്ങളാരും പുറത്തുവിട്ടതല്ലോ, ഈ നാട്ടിലെ ഔദ്യോഗികമായ രേഖയോടെ കിട്ടുന്നതല്ലേ ഇത്. എന്തായിരുന്നു ഇത്? രാജീവ് ശങ്കരനെ പറ്റിച്ചത് 75,000. അയാളെ പീഡിപ്പിച്ചില്ലേ? പിന്നാരാ? വേലായുധൻ 75,000, ഷിജു 75,000, വിജയൻ 75,000, രാജേന്ദ്രൻ 75,000, അജീഷ് 75,000, ജീന 50,000, ഗോപിനാഥൻ 70,000, AP രാജേന്ദ്രൻ 65,000, രാജേഷ് 65,000, അനീസ് 45,000, ഹക്കീം 45,000, അക്ബർ 45,000, റയീസ് 45,000, ബിജുകുമാർ 45,000, മഹാജബീൻ ഇക്ബാൽ 55,000, അബ്ദുൽ ജലീൽ 30,000, ഷിഹാബ് 35,000, രഞ്ജിത്ത് 40,000. ഇങ്ങനെ വായിച്ചാലുണ്ടല്ലോ നേരം വെളുക്കണോ, ഞാൻ ലിസ്റ്റ് വായിക്കേണ്ടി വരും. ഇതെന്താ? മടവൂരികൾ അനുഭവിച്ച, മടവൂരിയുടെ പീഡനം അനുഭവിച്ചാരാ. എന്താ ചെയ്തറിയോ? മടവൂരിയുടെ പത്രം തുടങ്ങി, വർത്തമാനം. സ്വദേശാഭിമാനി വക്കമൗലവി നടത്തി. സുബ്ഹാനല്ലാഹ്, വക്കമൗലവി നട്ടലോടെ പത്രം നടത്തിയത്. സ്വന്തം പറമ്പ് വിറ്റ് പ്രസ് ഉണ്ടാക്കി.
രാമേന്ദ്രപിള്ള എന്ന